ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു പച്ചക്കറി കൃഷിത്തോട്ടം കാണാം കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ പച്ചക്കറി തോട്ടമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കോവയ്ക്ക. അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ചെടികളുണ്ട്. ഇത് ചെറിയ മറ്റേ നമ്പ്യാർവട്ടം, ഇത് മന്ദാരം, കുറേ ചെടികളുണ്ട്. ഇത് റോസാപ്പൂ. ഈ ഈ ചെടിച്ചട്ടി പോലെ ആക്കിയതെല്ലാം എൻ്റെ അച്ഛനാണ് കേട്ടോ. അത് ഇതിനെക്കൊണ്ട് ആക്കിയെന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിനാക്കിയത് കാണാൻ. ഇതിപ്പോൾ 4 മണിപ്പൂവും അങ്ങനെ ഒരുപാട് കുഞ്ഞു പൂവുണ്ടാകുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയാം, നമ്മളെ മല്ലിയിലയില്ലേ, നമ്മൾ മല്ലിയിലക്ക് പകരം ഈ ഇലയാണ് ഉപയോഗിക്കൽ. ചിക്കൻ കറിയിലും സാമ്പാറിലെല്ലാം കൂടെ മല്ലിയിലേൻ്റെ അതേ സ്മെല്ലെല്ലാമാണ് മല്ലിയിലക്ക് പകരം ഇതാണ് ഉപയോഗിക്കൽ. അങ്ങനെ ഒരുപാട് ചെടികൾ, ഇതിനേക്കാൾ ഒരുപാട് ചെടികളുണ്ടായി, പക്ഷെ എല്ലാം നശിച്ചുപോയി. ഇതെല്ലാം അച്ഛൻ്റെ ചീരകൃഷിയൊന്നും പറയാനൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഉപ്പേരി വെക്കാൻ കിട്ടും, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ വരാൻ വേണ്ടി അച്ഛൻ ചീര പറിക്കാണ്ടിരുന്നതാണ്. ഇത് മത്തങ്ങയാണ്. മത്തങ്ങയൊന്നും ഉണ്ടാവില്ല, പക്ഷെ മത്തൻ്റെ ഇല ഉണ്ടാവും. മത്തൻ്റെ ഇല തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മത്തൻ്റെ ഇല തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പിന്നെ കുറേ ഹാങ്ങിങ് ആയിട്ടുള്ള ചെടികളാണ്. മണി പ്ലാന്റ്, അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ചെമ്പരത്തി, നല്ല ഭംഗിയിലുള്ള കട്ടി ചെമ്പരത്തി ആട്ടെ, നല്ല കട്ടി ചുവപ്പാണ് ഇതിൻ്റെ കളറ്. ചെമ്പരത്തിയിലും കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അല്ലേ, ഇതെന്നാ നിങ്ങളുടെ നാട്ടിൽ ഈ പച്ചക്കറീന് എന്താ പറയുക? നമ്മളിതിനെ കൊടവരിക്ക, നരമ്പെന്നെല്ലാം പറയും. അച്ഛൻ അവിടെ ഇവിടെ എല്ലാവരും കുറച്ച് ചീരയെല്ലാം നട്ടിട്ടുണ്ട്. ഇത് കുമ്പളങ്ങയാണ്. കുമ്പളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇലയുണ്ടാവും. ഇത് കപ്പക്ക, പാവയ്ക്ക കേട്ടോ. ഇത് പാവയ്ക്കാണ്. ഇതൊരു തരം ചീരയാണ്, വേലിച്ചീര എന്തോ. നല്ല ഇല, പച്ചയിലത്തോരൻ വെക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല റെഡ് ലേഡീൻ്റെ കപ്പക്കയാണ്. ചാമ്പങ്ങ ഉണ്ടാവുന്ന സീസണാണ്. ഇഷ്ടം പോലെ ചാമ്പങ്ങയുണ്ട്. പണ്ട് ചാമ്പങ്ങക്ക് നമ്മളിങ്ങനെ നടക്കലാണ്, ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ആർക്കും വേണ്ട. ഇത് ചക്കപ്പൂല്, ഇതും തോരൻ വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചക്കപ്പൂല് തോരൻ. ആദ്യമായിട്ട് അച്ഛൻ ചീര വിളവെടുപ്പ് നടത്താൻ പോയെന്ന്. അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഇല്ലു. അത് നമ്മൾ വരാൻ വേണ്ടി അച്ഛൻ പറിക്കാണ്ട് വെച്ചതാണ്. അങ്ങനെ നമ്മൾ ചീര വിളവെടുപ്പ് നടത്തി. ഇത്രയേ ഇല്ലു, കുറച്ച് ഒരു പ്രാവശ്യം ഉപ്പേരിയൊക്കെ. നിമോഷ് ഇതെല്ലാം നോക്കി നടക്കുകയാണ്, കാഴ്ചകളെല്ലാം.